തമ്മനത്തുനിന്ന് പുലർച്ചയോടുകൂടിയാണ് പൈപ്പ് പൊട്ടിയത്. നിലവിൽ ഇപ്പോൾ ഈ പൈപ്പ് പൊട്ടിയ ഇടത്തിലെ ലീക്കേജ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉടൻ പരിഹരിക്കാനാകുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. AXE ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയാണ് ഈ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഈ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും മറ്റുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്തെ റോഡ് പൂർണ്ണമായിട്ടും വെട്ടിപ്പൊളിച്ചാണ് ഇപ്പോൾ ഈ ലീക്കേജ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ AXE ചേരുന്നുണ്ട്. AXE, ഈ ഒരു ലീക്കേജ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് ഉടൻ പരിഹരിക്കാനാകുമോ? നമ്മളിപ്പോ നിലവിൽ നമ്മൾ ലീക്ക് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പരിഹരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം ഇനി ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ ലൈൻ ഏതെങ്കിലും പൂട്ടിയിട്ടുണ്ടോ? നമ്മൾ 2 ലൈനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വലിയ ലൈൻ പമ്പിംഗ് ലൈനും ഉണ്ടായിരുന്നു, ചെറിയ ലൈനും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വലിയ പൈപ്പിലായിരിക്കുമെന്ന നിഗമനത്തിലാണ് തുടങ്ങിയത്. നിലവിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനിലാണ്. ഹോപ്പ്ഫുള്ളി ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലീക്കിൽ ഇഷ്യൂ ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കണം. നിലവിൽ ഇപ്പോൾ ഇതല്ലാണ്ട് മറ്റേതെങ്കിലും ലീക്കേജ് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഇല്ല? നിലവിൽ ഇപ്പൊ നമ്മൾ ഇത് ഇപ്പൊ കണ്ടെത്തിയാലും ഇത് മാത്രമേ ഉള്ളൂ. പമ്പിംഗ് നിലവിൽ കുറച്ചിട്ടുണ്ട് നമ്മള്. അപ്പോ ഇത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് സാധാരണ രീതിയിലാക്കാം സാധിക്കും. വലിയ രീതിയിലുള്ളൊരു കുടിവെള്ളക്ഷാമം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ AXE ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ നാട്ടുകാരും മറ്റുമൊക്കെ ചേരുന്നുണ്ട്. ഇതിലെ കൂടിയാണ് വലിയ പൈപ്പ് പോയേക്കണത്. അതാണ് പൊട്ടിയെന്ന് എല്ലാവരും ധരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്ക് ഇതിനെ പറ്റി അവിടെ ഒരു രേഖകളും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി ഈ റോഡ് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാനുള്ള ഇത് ചെയ്യുക. കാരണം ജനങ്ങൾ കുറേ അനുഭവിച്ചതാണ് ഇവിടെ വലിയ പൈപ്പ് ഇടുന്ന സമയത്ത്. ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു വർഷങ്ങളായിട്ട്. നിലവിലിപ്പോൾ ഈ പൈപ്പ് പൊട്ടി ഇടം കണ്ടെത്തിയിട്ടുണ്ട്, അത് ഉടൻ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടുകാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ പൈപ്പ് പൊട്ടിയതിന് ശേഷം ഈ സ്ഥലത്തെ ഈ റോഡ് ഇത്രയും വലിയ രീതിയിൽ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റണം എന്നതാണ് ആവശ്യം. അത് ഉടനടി തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നതും കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. കാരണം നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ്. ആ റോഡ് അടിയന്തരമായിട്ട് അറ്റകുറ്റപ്പണി, ഈ പൊട്ടിച്ച സ്ഥലത്തെ അറ്റകുറ്റപ്പണി ഉടൻ തന്നെ തീർക്കണമെന്ന ഒരു ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.